സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പശ്ചിമബംഗാളിൽ ബി.ജെ.പി. സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ സംസ്ഥാന ഭരണ സംവിധാനത്തിൽ വലിയ രീതിയിലുള്ള നയപരമായ മാറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പല ഭരണ പരിഷ്കാരങ്ങളും അതിന്റെ ഭാഗമായി നടപ്പാക്കുമെന്നും സുവേന്ദു അധികാരി നേരത്തെ പറഞ്ഞിരുന്നു. അതാണിപ്പോൾ നടക്കുന്നത്. വൻ ജനക്ഷേമ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി രംഗത്തെത്തി. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ യോജനയുടെ അപേക്ഷാ ഫോമുകൾ മെയ് 27 മുതൽ വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചു. മീൻകൂട്ടി ഊണിന് 5 രൂപ, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യഷോപ്പുകൾക്ക് അനുവാദമില്ല. പശ്ചിമബംഗാളിൽ സുവേന്ദു സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികളിൽ ചിലതാണിവ. സബ്സിഡി നിരക്കിൽ ഭക്ഷണം നൽകാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. നദിയയിലെ കല്യാണിയിൽ നടന്ന ഭരണതല യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അർഹരായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നാകും ഫോമുകൾ വിതരണം ചെയ്യുക. ജൂൺ 1 മുതൽ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തും. സ്കൂളുകൾ, കോളേജുകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇനി മുതൽ പുതിയ മദ്യഷോപ്പുകൾ അനുവദിക്കില്ല. സംസ്ഥാനത്തുടനീളം ആരംഭിക്കുന്ന 400 പ്രത്യേക ക്യാന്റീനുകൾ വഴി ആഴ്ചയിൽ 2 തവണ 5 രൂപ നിരക്ക് മീൻ കൂട്ടിയുള്ള ഊണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും. ആരോഗ്യരംഗം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി നിലവിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് പുതിയ ആയുഷ് വകുപ്പ് രൂപീകരിക്കും. അനധികൃതമായി ബംഗാളിൽ താമസിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ഇവരെ കണ്ടെത്തി നാടുകടത്തുന്നതിന് മുന്നോടിയായി പാർപ്പിക്കുന്നതിനായി പ്രത്യേക ഹോൾഡിംഗ് സെന്ററുകൾ അടിയന്തരമായി സ്ഥാപിക്കാൻ എല്ലാ ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. പിടിയിലാകുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ തുടർ നടപടികൾക്കായി അതിർത്തി രക്ഷാസേനയ്ക്ക് കൈമാറും. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ മുൻപ് നടന്ന ക്രമക്കേടുകൾ തടയുന്നതിനായി അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ പുതിയ റിക്രൂട്ട്മെന്റ് നയം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിനായുള്ള പ്രത്യേക ബില്ലുകൾ വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ബംഗാളിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമ സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻപ് വേണ്ടത്ര രീതിയിൽ അന്വേഷണം നടക്കാത്ത എല്ലാ കൊലപാതകങ്ങളെയും അക്രമങ്ങളെയും കുറിച്ച് പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി സുവേന്ദു അധികാരി കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ബി.ജെ.പി. ഉയർത്തിക്കാട്ടിയ ദേശീയ സുരക്ഷ, ഭരണപരിഷ്കാരം, നിയമക്രമ നിയന്ത്രണം, അതിർത്തി സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ സംസ്ഥാനത്ത് തകൃതിയായി നടക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് 7ാം ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ നടപ്പാക്കൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദേശഭക്തി ഗാനമായ വന്ദേമാതരം നിർബന്ധമാക്കുക, മതപരമായ തിരിച്ചറിവ് അടിസ്ഥാനമാക്കി നൽകിയിരുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ പുനഃപരിശോധന എന്നിവയ്ക്ക് പുറമെ അനധികൃത കുടിയേറ്റത്തിനെതിരെ കടുത്ത നടപടികൾ തുടങ്ങിയവയാണ് പുതിയ സർക്കാരിന്റെ പ്രധാന അജണ്ടകൾ. സംസ്ഥാനത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൗരന്മാരെ കണ്ടെത്തുക, പട്ടികയിൽ നിന്ന് നീക്കുക, നാടുകടത്തുക എന്ന പ്രത്യേക നയരേഖയാണ് സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള പശ്ചിമ ബംഗാളിൽ വർഷങ്ങളായി തുടർന്ന അനധികൃത കുടിയേറ്റ പ്രശ്നം ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണെന്ന വാദം ഏറെക്കാലമായി ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരും റോഹിംഗ്യ അഭയാർത്ഥികളും സംസ്ഥാനത്തിന്റെ ജനസംഖ്യാ ഘടനയിലും സുരക്ഷാ സാഹചര്യങ്ങളിലും സ്വാധീനം ചെലുത്തുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കർശന നടപടികൾ ആരംഭിച്ചത് എന്നാണ് സർക്കാരിന്റെ വാദം. ഈ നയത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും താൽക്കാലിക തടങ്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പിടിക്കപ്പെടുന്ന അനധികൃത വിദേശ പൗരന്മാരെ നാടുകടത്തുന്നതുവരെ പാർപ്പിക്കുന്നതിനായാണ് ഈ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുക. സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയകാര്യ വകുപ്പ് മെയ് 23 പുറപ്പെടുവിപ്പിച്ച ഉത്തരവിലാണ് ഇത് സംബന്ധിച്ച് വിശദമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ പൗരന്മാരായി സംശയിക്കപ്പെടുന്നവരെ കണ്ടെത്തിയാൽ അവരുടെ രേഖകൾ, താമസ വിവരങ്ങൾ, പൗരത്വ തെളിവുകൾ എന്നിവ പരിശോധിക്കുന്നതിനായി പരമാവധി 30 ദിവസം വരെ ഇത്തരം കേന്ദ്രങ്ങളിൽ പാർപ്പിക്കാനാകുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അനധികൃതമായി താമസിക്കുന്നവരെ ഒരിക്കലും സംരക്ഷിക്കില്ല എന്നും ദേശീയ സുരക്ഷയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കിയാണ് സുവേന്ദു സർക്കാർ അധികാരത്തിലെത്തിയത്. അതിർത്തി പ്രദേശങ്ങളിലെ ജനസംഖ്യാ മാറ്റങ്ങൾ ഗൗരവകരമാണെന്നും നിയമവിരുദ്ധ കുടിയേറ്റം നിയന്ത്രിക്കുന്നത് രാജ്യസുരക്ഷയുടെ ഭാഗമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.